നമസ്കാരം പ്രിയ കൂട്ടുകാരെ, വഴികാട്ടിയേറ്റ 03 ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് LP ക്ലാസ്സുകളിലെ കൊച്ചു കൂട്ടുകാർക്ക് മനോഹരമായി അവതരിപ്പിക്കാവുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്കൂൾ അസംബ്ലിയിലും ബഷീർ ദിനാചരണ പരിപാടികളിലും ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ലളിതവും ഹൃദയസ്പർശിയുമായ പ്രസംഗമാണിത്. അതിനാൽ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബഷീർ ദിന പ്രസംഗത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു എഴുത്തുകാരന് ഒരു ആടിനെയും ഒരു പൂച്ചയെയും ഒരു മരത്തെയും ഒരു മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. സുഹൃത്തുക്കളെ, ബഷീർ വലിയ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയ ആളായിരുന്നില്ല. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലുള്ള ലളിതമായ ഭാഷയിലായിരുന്നു അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്നത്. ബഷീറിൻ്റെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ്, കരുണയാണ്, ചിരിയാണ്, മനുഷ്യ സ്നേഹമാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. മനുഷ്യരെ സ്നേഹിക്കൂ, ജീവജാലങ്ങളെ സ്നേഹിക്കൂ, ആരെയും വേദനിപ്പിക്കരുത്. കൂട്ടുകാരെ, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ സംസാരിക്കാം, അധ്യാപകരെ ബഹുമാനിക്കാം, വീട്ടിൽ മാതാപിതാക്കളെ സഹായിക്കാം, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാം, ദാഹിക്കുന്ന പക്ഷികൾക്ക് വെള്ളം വയ്ക്കാം, മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബഷീറിനെ ആദരിക്കുന്നത്. ഈ ബഷീർ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഞാൻ എല്ലാവരെയും സ്നേഹിക്കും, ഞാൻ സത്യം പറയും, ഞാൻ പ്രകൃതിയെ സംരക്ഷിക്കും, ഞാൻ നല്ല മനുഷ്യനായി വളരും. അതാണ് ബഷീറിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ആദരവ്. എല്ലാവർക്കും ബഷീർ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.